ഫ്രൈഡേ സ്പെഷ്യൽ ചിക്കനാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ചില്ലി ഉണ്ടാക്കിയിട്ട് ചിക്കൻ ഗ്രേവിയും ഗീ റൈസും റെഡിയാക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചില്ലിക്കുള്ള മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വിചാരിച്ചു. സാധാരണ ഞാൻ ദം ചെയ്തിട്ടാണ് ഗീ റൈസ് റെഡിയാക്കാറുള്ളത്. ഇപ്രാവശ്യം കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ മസാലയൊക്കെ വഴറ്റിയതിന് ശേഷം വെള്ളവും അരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വിസിൽ വരാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് ചിക്കൻ കറി റെഡിയാക്കി എടുക്കാൻ വിചാരിച്ചു. ചിക്കൻ കറിയും കുക്കറിൽ തന്നെയാണ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയതിന് ശേഷം അതിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ചിക്കനും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ഗ്യാപ്പിൽ നമ്മുടെ ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് തൈര് ചട്നി ഉണ്ടാക്കിയെടുക്കാൻ വിചാരിച്ചു. അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ പണികളൊക്കെ കഴിയുമ്പോഴത്തേനും ചില്ലിക്ക് നല്ലപോലെ മസാല പിടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. നമ്മൾ ഗീ റൈസ് കുക്കറിൽ റെഡിയാക്കിയത് കൊണ്ട് തന്നെ കുറച്ച് കുഴഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച അത്രയും ടേസ്റ്റ് കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ.